ഇഷ്ടായി. ഇഷ്ടമായി. നല്ല ടേസ്റ്റ്. ഞാൻ എന്റെ കാര്യം ചോദിച്ചത്. പങ്കുവയ്ക്കൂ സ്നേഹത്തിന്റെ രുചി. ഇവിടെ എല്ലാം സ്പെഷ്യലാണ്. ദ സോൾട്ട് റെസ്റ്റോറന്റ്, കാക്കനാട്, തോപ്പുംപടി ആൻഡ് പനമ്പള്ളി നഗർ. പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കടത്തിയെന്ന് പരാതി. അനധികൃത നിലം നികത്തുന്നതിനെതിരെ വാർഡംഗം അരൂർ പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് നിലം നിർത്തൽ നിർത്തിവയ്പ്പിച്ച് നികത്താൻ ഉപയോഗിച്ച മണ്ണുമാന്തി യന്ത്രവും ടിപ്പർ ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചന്ദ്രൂർ സ്വദേശികളായ 4 യുവാക്കളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. സ്റ്റേഷന് സമീപം കൊണ്ടുപോയിട്ട് വാഹനങ്ങളുടെ താക്കോൽ സ്റ്റേഷനിൽ സൂക്ഷിച്ചെങ്കിലും രാത്രിയോടെ വാഹന ഉടമയുടെ നേതൃത്വത്തിൽ കള്ളത്താക്കോൽ ഉപയോഗിച്ച് സ്റ്റേഷന് സമീപം പാതയോരത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നെന്നാണ് പരാതി. ഇതറിഞ്ഞ പോലീസിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് വാഹനം സ്റ്റേഷനിൽ ഹാജരാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി പോലീസ് പിടികൂടിയിട്ടുണ്ട്. അരൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ കെൽട്രോൺ ആഞ്ഞിലിക്കാട് റോഡിന് കിഴക്ക് ഭാഗത്ത് സീഫുഡ് പാർക്കിന് സമീപമുള്ള നിലമാണ് കുറെ നാളുകളായി നികത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രദേശവാസികൾ നികത്തലിനെതിരെ റവന്യൂ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. സ്റ്റോപ്പ് മെമ്മോയും നൽകിയിട്ടുള്ളതാണ്. ഇതൊന്നും വകവയ്ക്കാതെ സർക്കാർ ഒഴിവ് നോക്കി നികത്തൽ തകൃതിയായി നടത്തുന്നുണ്ട്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്നുണ്ടെന്നാണ് പരാതി. പട്ടികജാതിക്കാർ തിങ്ങിപ്പറക്കുന്ന പ്രദേശമാണിത്. പാടങ്ങളും തോടുകളും നിറഞ്ഞു കിടക്കുന്ന പ്രദേശമാണിത്. ഒറ്റമഴയിൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പ്രദേശത്ത് നിലം നികത്തൽ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് വാർഡ് മെമ്പർ അമ്പിളി പറയുന്നത്. നിലം നികത്തലുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ അരൂർ വില്ലേജ് ഓഫീസ് ഉൾപ്പെടെയുള്ള റവന്യൂ അധികാരികളുടെ പരിഗണനയിൽ ഇരിക്കെയാണ് നികത്ത് തുടരുന്നത്. വർഷക്കാലമായാൽ ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാവും. 2008-ലെ തണ്ണീർത്തട നില സംരക്ഷണ നിയമം ലംഘിച്ചുകൊണ്ട് നികത്തിയിട്ടുള്ള സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അരൂർ.